ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി മാനിയ മലയാളത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന ചിത്രം കഴിഞ്ഞ ദിവസം OTT റിലീസ് ചെയ്തിരുന്നു. ഈ ചിത്രം തിയേറ്ററിൽ ഇറങ്ങിയ സമയത്ത് തന്നെ എനിക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഒരു ഹിഡൻ ഡീറ്റെയിൽസ് വീഡിയോ ഞാൻ ചെയ്തിരുന്നതാണ്. സോ ആ വീഡിയോയിൽ ഞാൻ പറയാതെ പോയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ OTT റിലീസ് ആയതിനു ശേഷം ഞാൻ കണ്ടെത്തി നിങ്ങളുടെ മുന്നിലേക്ക് പറയാനായി ശ്രമിക്കുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് സ്പോയിലറായി പോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ശ്രമിക്കുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് വരാം. ഒന്നാമത്തത്, ചിത്രത്തിന് തുടക്കത്തിൽ ആ താങ്ക്സ് കാർഡും മറ്റും എഴുതി കാണിക്കുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ടിലായി നമുക്ക് ചില സിമ്പലുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതുമായി സിമിലർ ആയിട്ടുള്ള സിമ്പലുകൾ തന്നെയാണ് നീലി ആ ഗുഹയ്ക്കകത്ത് കയറുന്ന സമയം അവിടെ ചുമരിലായി ഉള്ളതായി കാണുന്നത്. സോ ഈ കഥയുടെ എല്ലാം തുടക്കമെന്ന് പറയുന്നത് ഇഷ്താർ മൂത്തോനെ മറ്റേതോ ഒരു ഗ്രഹത്തിൽ നിന്നും ഭൂമിയിലേക്ക് അയച്ചത് മുതലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ കാണിച്ചിരിക്കുന്ന ഇത്തരത്തിലുള്ള ലാംഗ്വേജ് എല്ലാം തന്നെ ഇഷ്താറിന്റെ ആ ഒരു പ്ലാനറ്റുമായി കണക്ട് ചെയ്ത് വരുന്നതാകാം. കൂടാതെ ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ സിമ്പലുകൾക്കും അനുനാക്കി ലാംഗ്വേജുമായി നല്ല സാമ്യമുള്ളതായി നമുക്ക് കാണാം. ഓൾറെഡി തന്നെ ഈ ഒരു യൂണിവേഴ്സിലെ കഥയും അനുനാക്കികളുടെ സ്റ്റോറികൾ ഒരുപാട് സാമ്യതകൾ ഉണ്ടെന്ന് ഞാൻ മുന്നേയുള്ള വീഡിയോകളിൽ പറഞ്ഞിരുന്നതാണ്. 3, സിനിമയുടെ തുടക്കത്തിലെ ആ ഒരു ഫൈറ്റ് നടക്കുന്ന സമയത്ത് ആ ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിലായി വീൽ ചെയറുകളും മറ്റും നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ ഈ സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത് മിക്കവാറും മൈക്കലിന്റെ ആ ഹോസ്പിറ്റലാകാനാണ് സാധ്യതയുള്ളത്. കൂടാതെ ഇതേ സീനിൽ തന്നെ ചന്ദ്ര പ്രകാശിനെ കോൾ ചെയ്യുമ്പോൾ ആ ഒരു ടെലിഫോണിലായി ചൈനീസ് ജപ്പാനീസ് ഭാഷകളിൽ എന്തോ എഴുതിയിട്ടിരിക്കുന്നതായി കാണാം. ഇതുകൂടാതെ മറ്റൊരു ഭാഗത്ത് പ്രകാശ് സംസാരിക്കുമ്പോൾ മൂത്തോന്റെ സ്ഥലത്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഫോണിലും ഇതേ സിമ്പിൾ നമുക്ക് കാണാം. അതേപോലെ ആദ്യ ഫൈറ്റ് സീനിൽ ഇഷ്താറിന്റെ ആളായി അവിടെ വന്നിരിക്കുന്ന പെൺകുട്ടിയെ നോക്കുമ്പോഴും അതും ഇത്തരത്തിലുള്ള ഒരു പെൺകുട്ടിയായിട്ടാണ് തോന്നിയിട്ടുള്ളത്. കൂടാതെ ഈ വന്നിരിക്കുന്ന പെൺകുട്ടി ചന്ദ്രയെ വെടിവെക്കുകയും അവൾ അവിടെ നിന്ന് ചാടി രക്ഷപ്പെട്ടു പോവുകയും ചെയ്യുമ്പോഴും പുറത്ത് ഇത്തരം ഭാഷയിലുള്ള ബോർഡുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ലോക എന്ന യൂണിവേഴ്സിന് തന്നെ മൊത്തത്തിൽ ചൈനയുമായോ ജപ്പാനുമായോ എല്ലാം വലിയ രീതിയിൽ കണക്ഷൻസ് ഉണ്ടാകാമെന്നും വരും ചിത്രങ്ങളിൽ നമുക്കത് കാണാൻ സാധിക്കുമെന്നും പ്രതീക്ഷിക്കാം. പിന്നീട് ചന്ദ്ര ഇവിടെ നിന്നും ഓടി രക്ഷപ്പെടുന്ന സമയത്ത് ഒടിയനെ സൂചിപ്പിക്കുന്ന പട്ടിയെയും മൂത്തോനെ സൂചിപ്പിക്കുന്ന ആ ഒരു ചിത്രവുമെല്ലാം കാണിച്ചു പോകുന്നുണ്ട്. അതിനുശേഷം ചിത്രത്തിന്റെ പേരെഴുതി കാണിക്കുമ്പോൾ ഒരു ചുവപ്പ് നിറം വന്നിട്ടാണ് പേരെഴുതി തുടങ്ങുന്നത്. എന്നാൽ ഈ ചുവപ്പ് നിറം വരുന്നതിന് മുന്നേ വട്ടത്തിൽ ഒരു വെള്ള നിറം വന്നതിന് ശേഷമാണ് ഈ ചുവപ്പിലേക്ക് മാറുന്നതായി കാണിക്കുന്നത്. ഇത് ഈ ചിത്രം ചന്ദ്ര എന്ന ക്യാരക്ടറിനെ ബേസ് ചെയ്ത് വരുന്നത് കൊണ്ട് തന്നെ അതിനെ സൂചിപ്പിക്കുന്ന ചന്ദ്രനെ പോലെയാണ് അവിടെ കാണിച്ചു പോയത്. പിന്നീട് തുടക്കത്തിലെ ആ ഒരു ഗ്രാഫിക് സീനുകൾ കാണിക്കുന്ന സമയത്ത് ഇഷ്താർ എന്ന ക്യാരക്ടർ മൂത്തോനെ ഭൂമിയിലേക്ക് അയക്കുന്നതായി കാണിക്കുന്നുണ്ട്. എന്നാൽ മൂത്തോൻ ഭൂമിയിൽ വന്നതിന് ശേഷമുള്ള സീനും നോക്കുകയാണെങ്കിൽ മൂത്തോൻ വന്ന ആ സ്പേസ് ഷിപ്പ് അവിടെ തകർന്നു കിടക്കുന്നതായിട്ടാണ് കാണിച്ചത്. ഇതിൽ നിന്നും 2 കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ഇഷ്താർ മൂത്തോനെ അയച്ചത് ഭൂമിയിലേക്കാകില്ല, മറ്റേതെങ്കിലും പ്ലാനറ്റിലേക്കായിരിക്കാം. എന്നാൽ സ്പേസ് ഷിപ്പ് തകർന്നത് മൂലം മൂത്തോന് ഭൂമിയിൽ ഇറങ്ങേണ്ടി വന്നതാകാം. ഇനി അതല്ല, ഭൂമിയിലേക്ക് തന്നെയാണ് വന്നതെങ്കിൽ പോലും ഭൂമിയിൽ വന്നതിന് ശേഷം സ്പേസ് ഷിപ്പിന്റെ തകരാർ മൂലം മൂത്തോന് തിരിച്ചു പോകാൻ കഴിയാതെ വന്നിട്ടുള്ളതാകാം. സോ ഈ 2 രീതിയിലാണെങ്കിലും സ്പേസ് ഷിപ്പിന്റെ തകരാറ് മൂലമാകും മൂത്തോന് തിരിച്ചു പോകാൻ കഴിയാതെ വന്നതും ഭൂമിയിൽ പെട്ടുപോയതും അതിലൂടെ മനുഷ്യരുമായി കൂടുതൽ ഇടപഴകി അവരെ ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കുകയും പിന്നീട് മനുഷ്യരെ നേരിടാനായി വരുന്ന ഇഷ്താറിനോട് യുദ്ധം ചെയ്യേണ്ടതായി വന്നതും. പിന്നീട് ഭൂമിയിൽ വന്നിട്ടുള്ള ഇഷ്താർ മനുഷ്യരെ കൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യിക്കുന്നതായി കാണാം. ആ സമയം ദൂരെയായി ആ ഒരു കൊട്ടാരം പോലെയുള്ളതിന്റെ ഉള്ളിലായി ഇഷ്താറും 2 കുട്ടികളോ മറ്റോ നിൽക്കുന്നതായും കാണാം. മറ്റൊന്ന്, ഇഷ്താറിന്റെ ആ പ്ലാനറ്റ് കാണിക്കുന്ന സമയത്ത് അവിടെ മാമത്തിനെ നമുക്ക് കാണാം. സോ ഇതുകൊണ്ടാണ് ഇഷ്താറുമായി ബന്ധപ്പെട്ട് വരുന്നവരുടെ ദേഹത്ത് ആനയുടെ സിമ്പലുകൾ കൊടുത്തു പോയത്. സത്യത്തിൽ മൂത്തോൻ ഇഷ്താറിന്റെ ആളായതുകൊണ്ടാണ് മൂത്തോന്റെ കയ്യിലിരിക്കുന്ന ആ ഒരു വടിയിൽ പോലും നമുക്ക് ഈ ആനയുടെ സിമ്പൽ കാണാനായി സാധിക്കുന്നത്. അതായത് ആനയുടെ സിമ്പൽ എന്ന് പറയുന്നത് സത്യത്തിൽ മൂത്തോനല്ല, മൂത്തോനെ അയച്ചിട്ടുള്ള ഇഷ്താറിന്റെ സിമ്പലാണ്. അതേപോലെ തന്നെ സിനിമയിൽ വില്ലനായി വരുന്ന ഗജേന്ദ്രൻ എന്ന ക്യാരക്ടറിനെ നോക്കിയാലും അതും ആനയെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഇങ്ങനെ ഇഷ്താറിനെയും മൂത്തോനെയും ഗജേന്ദ്രനെയും എല്ലാം തന്നെ ആനകൾ കൊണ്ടാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. സോ ഇതൊരു പക്ഷേ ഈ ഒരു യൂണിവേഴ്സിന്റെ അവസാനം എത്തുന്ന സമയത്ത് ശരിക്കും വില്ലൻ ആരാണ്, ഇങ്ങനെ ഒരേ സിമ്പലുകൾ കൊണ്ട് തന്നെ സൂചിപ്പിക്കുന്ന ഇവരിൽ ആരായിരിക്കും ശരിക്കും വില്ലൻ എന്നൊരു ട്വിസ്റ്റിലൂടെ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയാകും ഇവർക്കെല്ലാം ഒരേ രീതിയിലുള്ള സിമ്പലുകൾ തന്നെ കൊടുത്തു പോയത്. പിന്നീട് ഈ ഒരു സ്ത്രീയെ സ്പേസ് ഷിപ്പിൽ നിന്നും പുറത്തെടുത്തതിന് ശേഷം കാണിക്കുന്നത് ഒരേ മുഖമുള്ള ചാത്തന്മാരെയാണ്. ഈ സമയം നമുക്ക് അവരുടെ പുറകിലായി മറ്റൊരു സ്പേസ് ഷിപ്പ് കിടക്കുന്നതായും ചെറിയ ചെറിയ സ്പേസ് ഷിപ്പുകളിൽ നിന്നാണ് ഇവർ പുറത്തു വന്നിരിക്കുന്നതെന്നും കാണാം. അതേപോലെ തന്നെ ഇതിനുശേഷം ഒടിയനെ കാണിക്കുമ്പോഴും ദൂരെയായി ലൈറ്റുകളെല്ലാമുള്ള ഒരു സ്പേസ് ഷിപ്പ് കിടക്കുന്നതായും കാണാം. സോ ഇതിൽ നിന്ന് ഇവരെല്ലാം തന്നെ മറ്റ് ഗ്രഹങ്ങളിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നിട്ടുള്ളവരാണെന്ന് ഉറപ്പിക്കാം. മറ്റൊന്ന്, ആ ഒരു ഗ്രാഫിക്സിൽ നെസ്ലന്റെ മുഖവുമായി സിമിലർ ആയിട്ടുള്ള ഒരു ക്യാരക്ടറിനെ കാണിക്കുന്നുണ്ട്. ആ സമയം അയാളുടെ അടുത്ത് ഒരു വൂൾഫ് നിൽക്കുന്നതായി കാണാം.
പിന്നീട് സിനിമയിൽ സണ്ണി എന്ന ഈ ഒരു ക്യാരക്ടർ വെക്കുന്ന തൊപ്പിയിലായും വൂൾഫിന്റെ ചിത്രവും പേരും കൊടുത്തിരിക്കുന്നതായി നമുക്ക് കാണാം. സോ ഇതിൽ നിന്നെല്ലാം ഈ ഒരു ക്യാരക്ടർ വെയർവൂൾഫ് ആകാൻ സാധ്യതയുണ്ടെന്ന് ചില തിയറികളും മറ്റും ഇൻസ്റ്റയിലും മറ്റും കണ്ടിരുന്നു. സോ ഇതിന് സാധ്യതയുണ്ട്. ആ ഒരു രീതിയിൽ തന്നെയല്ല ഈ ഒരു ക്യാരക്ടറിനെ കാണിച്ചിരിക്കുന്നതെങ്കിലും അതുമായി സിമിലർ ആകുന്ന രീതിയിൽ പല റെഫറൻസുകളും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വെയർവൂൾഫിനെ പറ്റി നോക്കുന്ന സമയത്ത് ചില കഥകളിൽ ഈ വെയർവൂൾഫിനെ സിൽവർ ബുള്ളറ്റ് കൊണ്ട് വെടിവെച്ച് മാത്രമേ കൊല്ലാൻ സാധിക്കുകയുള്ളൂ എന്ന് കൊടുത്തിട്ടുണ്ട്. സോ ഈ നെസ്ലന്റെ പഴയ ഒരു ജന്മത്തിൽ ചന്ദ്രയെ രക്ഷിക്കാനായി മുന്നിലേക്ക് കയറിയെന്ന നെസ്ലന്റെ ക്യാരക്ടർ ഒരു വെടിയുണ്ടയേറ്റാണ് മരിച്ചതെന്ന് പറയുന്നുണ്ട്. കൂടാതെ ഈ സണ്ണി എന്ന ക്യാരക്ടർ ആണെങ്കിലും ഒരു വെടിയേറ്റ് മരണാവസ്ഥയിലേക്ക് പോകുന്നതായും കാണാം. സോ ഇതെല്ലാം ഇത്തരത്തിൽ വെടിവെച്ച് മാത്രമേ വെയർവൂൾഫിനെ കൊല്ലാൻ സാധിക്കുകയുള്ളൂ എന്ന ആ ഒരു കഥകളുമായി സിമിലറായി പെടുത്തിയായിരിക്കാം ഇവിടെ കാണിച്ചത്. കൂടാതെ വണ്ടി ഇടിക്കാൻ പോകുന്ന സമയത്ത് ചന്ദ്ര സണ്ണിയെ വന്ന് രക്ഷിക്കുന്ന സീനൊന്നും നോക്കിയാലും ആ സമയം ചന്ദ്ര വന്നു പോകുന്നത് ചുറ്റുമുള്ള ആർക്കും കാണാൻ പോലും കഴിയാൻ പറ്റാത്ത വേഗത്തിലായിരുന്നു. അതായത് ചന്ദ്ര അവിടെ വന്നതോ സണ്ണിയെ രക്ഷിച്ചതോ തിരിച്ചു പോയതോ ഒന്നും തന്നെ ആരും കണ്ടിട്ടില്ല. എന്നിരുന്നാലും സണ്ണിക്ക് ചന്ദ്ര തന്നെ വന്ന് രക്ഷിക്കുന്നതായിട്ടെല്ലാം വ്യക്തമായി കാണാൻ സാധിച്ചിരുന്നു. സോ അത്രയും വേഗത്തിൽ ചന്ദ്ര വന്ന് പോയിട്ട് പോലും സണ്ണിക്ക് അത് വളരെ കൃത്യമായി കാണാൻ കഴിഞ്ഞുവെങ്കിൽ ഒരുപക്ഷെ സണ്ണിയുടെ ഉള്ളിലുള്ള ആ ഒരു വെയർവൂൾഫിന്റെ ശക്തിയോ കൊണ്ടോ മറ്റോ ആകാം സണ്ണിക്ക് മാത്രം ഇത് സാധിച്ചത്. സോ ഇതെല്ലാം കൊണ്ട് സണ്ണി വെയർവൂൾഫ് ആണെന്ന് ഞാൻ ഉറപ്പിച്ച് പറയുകയല്ല, പകരം അതിനുള്ള ചില സൂചനകളെല്ലാം അല്ലെങ്കിൽ റെഫറൻസുകളെല്ലാം ചിത്രത്തിൽ തന്നു പോയിട്ടുണ്ട് എന്ന് മാത്രമാണ് പറഞ്ഞത്. പിന്നീട് കത്തനാരും നീലിയും കൂടി പലരെയും പിടിക്കാനായി നടക്കുന്ന സമയത്ത് ആദ്യം ഒരു കുട്ടിയെ പിടിക്കാനായി വരുന്നത് പോലെ കാണിച്ചിട്ടുണ്ട്. സോ ആ സമയം ആ കുട്ടിയിട്ടിരിക്കുന്ന ഡ്രസ്സിൽ നിന്നും അതിന്റെ നിറത്തിൽ നിന്നും അത് ടൊവിനോ അവതരിപ്പിച്ചിട്ടുള്ള മൈക്കിൾ എന്ന ക്യാരക്ടറാണെന്ന് ഉറപ്പിക്കാം. ഇതിനുശേഷം ഒരാൾ ഗുഹയിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്നത് പോലെ കാണിച്ചിട്ടുണ്ട്. ആ സമയം അതിന്റെ നേരെ പുറകിലായി കുറച്ച് മാറി ഒരു ഭീമാകാരനായിട്ടുള്ള രൂപം നിൽക്കുന്നതായി കാണാം. ഇത് എനിക്ക് തോന്നിയത് ഈ ചാത്തന്മാരുടെ എല്ലാം ചേട്ടൻ എന്ന് പറയുന്ന ആ വയലന്റ് ആയിട്ടുള്ള ചാത്തനെയായിരിക്കും. ആ ഒരു ക്യാരക്ടർ ഒരു ഗുഹയിലാണ് താമസമെന്ന് ചിത്രത്തിന്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്. കൂടാതെ അവിടേക്ക് കടന്നു പോയിട്ടുള്ള കുറെ ആൾക്കാരെ അയാൾ കൊന്നുവെന്നും പറയുന്നു. സോ അത്തരത്തിൽ ഈ ഒരു ഗുഹയിലേക്ക് കയറിയിട്ടുള്ള ആരോ ആ ചാത്തന്റെ കയ്യിൽ നിന്നും ഓടി രക്ഷപ്പെടുന്നതായിട്ടായിരിക്കാം ഇവിടെ കാണിച്ചത്. കൂടാതെ ചിത്രത്തിന്റെ ഏറ്റവും ഒടുവിൽ ഈ ചാത്തനെ കണ്ടതിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഒരാൾ വന്നുകൊണ്ട് മൈക്കിളിനോട് പറയുന്ന സമയം മൈക്കിളിന് ചേട്ടൻ ചാത്തനെ പേടിയായതുകൊണ്ട് ആ വിരലുകൾക്കിടയിൽ കൂടി കൊയിനുകൾ കറക്കിക്കൊണ്ടിരുന്ന കാര്യം ബാലൻസ് തെറ്റിപ്പോകുന്നതായി കാണാം. ആർക്കിയോളജിസ്റ്റ് ടീമിൽ നിന്ന് ഒരാളുടെ ബാഗും ഒരു ക്യാമറയും നമുക്ക് കിട്ടി. ശേഷം നീലി ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് ഒരു റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ അവിടെയുള്ള ടിവിയിലായി ഒരു പരസ്യം പോകുന്നതായി കാണിക്കുന്നുണ്ട്. പിന്നീട് മൈക്കിളിന്റെ ആ ഒരു ഹോസ്പിറ്റൽ കാണിക്കുന്ന സമയത്ത് ഈ ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള നോട്ടീസുകൾ അവിടെ കിടക്കുന്നതായി കാണാം. അതായത് മൈക്കിൾ നടത്തുന്ന ആ ഒരു പ്രോഗ്രാമിന്റെ പരസ്യമാണ് ചിത്രത്തിന്റെ തുടക്കത്തിൽ തന്നെ കാണിച്ചു പോയത്. കൂടാതെ ആ ഒരു നോട്ടീസിൽ മൈക്കിളിന്റെ മാജിക്കിനെ സൂചിപ്പിക്കുന്നത് പോലെ ആ കാർഡിലെ സിംബലുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നതായും കാണാം. മറ്റൊന്ന്, ചന്ദ്ര ആ ഒരു ഫ്ലാറ്റിലേക്ക് വന്നതിനു ശേഷം അവിടെയുള്ള ഷെൽഫിൽ ഒരുപാട് ബുക്കുകൾ ഇരിക്കുന്നതായി കാണാം. അവിടെ ബൈബിളിന്റെയും ഭഗവത്ഗീതയുടെയും എല്ലാം ഇടയിലായി ദ ഗോഡ്സ് വെയർ ആസ്ട്രോനോട്ട്സ് എന്നൊരു ബുക്കോ ഒരു ആൽബമോ മറ്റോ ഇരിക്കുന്നതായി കാണിക്കുന്നുണ്ട്. ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നതാണ് ഈ ഒരു സിനിമയുടെ കഥയ്ക്ക് അല്ലെങ്കിൽ ഈ ഒരു യൂണിവേഴ്സിന്റെ കഥയ്ക്ക് തന്നെ അനുനാക്കീസ് ദൈവസങ്കല്പങ്ങളുമായി പല സിമിലാരിറ്റികളും ഉണ്ടെന്ന്. അനുനാക്കീസ് എന്നത് മറ്റൊരു പ്ലാനറ്റിൽ നിന്നും ഭൂമിയിലേക്ക് വന്ന് മനുഷ്യരെ പല കാര്യങ്ങളും പഠിപ്പിച്ചുകൊണ്ട് ദൈവങ്ങളെപ്പോലെ കഴിയുന്ന ആൾക്കാരെല്ലാമാണെന്നാണ് പറയുന്നത്. ഈ സിനിമയിലേക്ക് വരികയാണെങ്കിലും മൂത്തോനും ഒടിയനും ചാത്തനുമെല്ലാം ഇങ്ങനെ മറ്റു പല ഗ്രഹങ്ങളിൽ നിന്നും ഭൂമിയിലേക്ക് വന്നുകൊണ്ട് മനുഷ്യരെ പല കാര്യങ്ങൾ പഠിപ്പിക്കുകയും അവരെ സഹായിക്കുകയും എല്ലാമാണ് ചെയ്യുന്നത്. സോ ഇതുകൊണ്ടാകാം അനുനാക്കീസുമെല്ലാമായി ബന്ധപ്പെട്ട് വരുന്നത് പോലെ ദ ഗോഡ്സ് വെയർ ആസ്ട്രോനോട്ട്സ്, ദൈവങ്ങളെല്ലാം ബഹിരാകാശ സഞ്ചാരികളാണ് എന്ന പേരിലുള്ള ഒരു ബുക്കോ മറ്റോ അവിടെ ഇരിക്കുന്നതായി കാണിച്ചത്. കൂടാതെ ഇങ്ങനെ മറ്റുള്ള പ്ലാനറ്റ്സുമായി ബന്ധമുള്ളത് കൊണ്ടാണ് സിനിമയിലെ 3 പ്രധാനപ്പെട്ട ക്യാരക്ടറുകൾ എപ്പോഴും വാനനിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നതായിട്ടും കാണിച്ചത്. അതിലെ വേണു എന്ന ക്യാരക്ടറിനെ നോക്കുകയാണെങ്കിൽ അയാളുടെ കഴുത്തിൽ കിടക്കുന്ന ലോക്കറ്റ് ഹാരി പോട്ടർ സിനിമയിലെ ഡെത്ലി ഹാലോസ് എന്ന സിംബലാണ്. ഈ ഡെത്ലി ഹാലോസ് എന്ന് പറയുന്നത് 3 സഹോദരന്മാരെ പറ്റിയുള്ള കാര്യങ്ങളാണ്. സോ ഇവിടെയും ഈ 3 ക്യാരക്ടറുകൾ നൈജിൽ, സണ്ണി, വേണു എന്നീ 3 പേരും സഹോദരങ്ങളെ പോലെ തന്നെയാണ് കഴിയുന്നതും. മറ്റൊന്ന്, ചന്ദ്ര ഫ്ലാറ്റിൽ എത്തിയതിനു ശേഷം ഒരു അറയിലേക്ക് ചെന്നുകൊണ്ട് അവിടെയുള്ള സാധനങ്ങളും മറ്റും നോക്കുമ്പോൾ ഒരു പെട്ടിയുടെ പുറത്തായി ഒമ്നിയ ഇൻ ബോണം എന്ന് എഴുതി വെച്ചിരിക്കുന്നതായി കാണാം. ഇത് ലാറ്റിൻ ഭാഷയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം നല്ലതിന് എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. കൂടാതെ അതേസമയം തന്നെ അവിടെയുള്ള ഒരു അലമാരിയിലായി പഴയ കുറെ ഡ്രസ്സുകൾ കിടക്കുന്നതായി കാണാം. ഇത് ചന്ദ്ര നെസ്ലന്റെ ആ ഒരു മുൻ ജന്മത്തിലുള്ള ആളുമായി പ്രണയത്തിലായിരുന്ന സമയത്ത് ധരിച്ചിരുന്ന വസ്ത്രങ്ങളാണെന്ന് മനസ്സിലാക്കാം. ഈ സിനിമ യക്ഷിയുമായിട്ടെല്ലാം ബന്ധപ്പെട്ട് വരുന്നതുകൊണ്ട് തന്നെ സിനിമയുടെ ഇടയ്ക്ക് വെച്ച് വേണു യക്ഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നതായി കാണാം. എന്നാൽ ഇത് കൂടാതെ മലയാറ്റൂർ യക്ഷി എന്നൊരു ബുക്ക് ഇരിക്കുന്നതായും ഒരു സീനിൽ കാണിക്കുന്നുണ്ട്.
ആ ഒരു കഫേയുടെ പാർക്കിംഗ് ഏരിയയിൽ വെച്ച് നടക്കുന്ന ഫൈറ്റ് സീനിൽ അവിടെ മുകളിലായി കൊടുത്തിരിക്കുന്ന ബീമിലായി ചാപ്റ്റർ 2 എന്ന് കൊടുത്തുകൊണ്ട് ഒരു ആരോ കൊടുത്തിരിക്കുന്നതായി കാണാം. എന്നാൽ ആരോ കൊടുത്ത ഭാഗത്ത് പ്രത്യേകിച്ചൊന്നും തന്നെ ഇല്ലെങ്കിലും ആ ഒരു സീനം ശ്രദ്ധിക്കുകയാണെങ്കിൽ അവിടെ ഒരു കാളയുടെയോ മറ്റോ രൂപം കൊടുത്തിരിക്കുന്നതായും ഒരു തലയോട്ടിയുടെ ചിത്രം കൊടുത്തിരിക്കുന്നതായും നമുക്ക് കാണാം. ഈ കാള എന്നെല്ലാം പറയുന്നത് മിക്കവാറും ഒടിയനുമായി ബന്ധപ്പെട്ട് വരാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. ഒടിയന് മറ്റ് മൃഗങ്ങളുടെ രൂപത്തിലേക്കെല്ലാം മാറാൻ കഴിയുമെന്നെല്ലാം പറയുന്നുണ്ട്. സോ ചാപ്റ്റർ 2 എന്ന് പറയുന്നത് ചാത്തന്മാരുമായി ബന്ധപ്പെട്ട് വരുന്ന സിനിമയാണ്. ചാപ്റ്റർ 2-ൽ ഒടിയൻ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് അതിന്റെ ടീസറിൽ നിന്ന് വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ടാകാം അതിന്റെ ഒരു ഹിന്റ് എന്ന പോലെ ഇവിടെ ചാപ്റ്റർ 2 എന്ന് കാണിക്കുകയും ആ കാളയുടെയും തലയോട്ടിയുടെയും എല്ലാം ചിത്രങ്ങൾ കൊടുത്തു പോയതും. സണ്ണിയുടെയും വേണുവിന്റെയും എല്ലാം ഫ്ലാറ്റിലായി ഒരുപാട് സിനിമ പോസ്റ്ററുകൾ കൊടുത്തിട്ടുണ്ട്. ആ സമയം അവിടെ ഷോൺ ഓഫ് ദി ഡെഡ് എന്ന ചിത്രത്തിന്റെ പോസ്റ്റർ കൊടുത്തിരിക്കുന്നതായി കാണാം. ഈ ഷോൺ ഓഫ് ദി ഡെഡ് എന്ന് പറയുന്നത് സോംബീസിനെ പറ്റിയുള്ള, മരിച്ചു കഴിഞ്ഞാലും ഉയർത്തെഴുന്നേറ്റ് വരുന്നവരെ പറ്റിയുള്ള ചിത്രമായിരുന്നു. സോ ഈ ചിത്രത്തിലെ മെയിൻ ക്യാരക്ടറായിട്ടുള്ള ചന്ദ്ര എന്ന ക്യാരക്ടറും ഇത്തരത്തിൽ തന്നെ മരണപ്പെട്ടതിന് ശേഷം ഉയർത്തെഴുന്നേറ്റ് വരുന്നത് പോലെയാണ് കാണിച്ചിരുന്നത്. അതുകൊണ്ടാകാം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പോസ്റ്റർ ഇവിടെ ഉൾപ്പെടുത്തിയത്. നീലിയുടെ കഥ കാണിക്കുമ്പോൾ കാണിക്കുന്ന ആ ഒരു രാജാവ് കാളി ഭക്തനാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ രാജാവിനെ കാണിക്കുന്ന സമയം അയാൾ ഇരിക്കുന്നതിന്റെ നേരെ പുറകിലായും കാളിയുടെ രൂപം കൊടുത്തിരിക്കുന്നതായി കാണാം. ഇതിനു മുന്നേ ചെയ്ത ഹിഡൻ ഡീറ്റെയിൽസ് വീഡിയോ ഞാൻ പറഞ്ഞിരുന്നതാണ്. അതായത് ഈ ചന്ദ്ര അഥവാ നീലി എന്ന ക്യാരക്ടർ ഒരു യക്ഷി ആയതുകൊണ്ട് തന്നെ ചില സീനുകളിൽ ഇവരെ കാണിക്കുമ്പോൾ പാലപ്പൂക്കൾ യൂസ് ചെയ്തിട്ടുണ്ടെന്ന്. ഇതുകൂടാതെ പ്രസന്റിലെ ചന്ദ്രയെ കാണിക്കുന്ന സമയത്ത് അവൾ കൂടുതൽ സീനുകളിലും റെഡും ബ്ലാക്കും നിറത്തിലുള്ള വേഷങ്ങൾ തന്നെയാണ് ധരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുഞ്ഞു നീലയെ കാണിക്കുന്ന സമയത്തും അവൾ ഇത്തരത്തിലുള്ള ചുവപ്പും കറുപ്പും നിറത്തിലുള്ള വേഷങ്ങൾ ധരിച്ചിരുന്നതായിട്ടാണ് കാണിച്ചത്. കൂടാതെ കുഞ്ഞു നീലിയുടെ മുഖത്തായി ഒരു നക്ഷത്രത്തിന്റെ സിമ്പൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതുകൊണ്ടാണ് പ്രസന്റിലെ നീലയെ കാണിക്കുന്ന സമയത്ത് അവളുടെ കഴുത്തിലെ മാലയിൽ നക്ഷത്രങ്ങളുടെ രൂപങ്ങൾ കൊടുത്തിരുന്നതായി കാണിച്ചു പോയത്. മറ്റൊന്ന്, ആ രാജാവ് ആരാധിക്കുന്നത് കാളിയാണ്, അല്ലെങ്കിൽ ഒരു പെൺ ദൈവത്തെയാണ്. ഇതിന് കാരണം ഈ രാജാവെന്ന് പറയുന്നത് തന്നെ ഒരു ദുഷ്ടശക്തിയായിട്ടായിരുന്നു. ഈ യൂണിവേഴ്സിലെ ഏറ്റവും മെയിൻ വില്ലനായിട്ട് വരുന്നതും ഇത്തരത്തിൽ ഒരു ലേഡി ക്യാരക്ടറാണ്, ഇഷ്താർ എന്ന് പറയുന്നത്. ഇതുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു ചെറിയ വില്ലൻ ക്യാരക്ടറും ആരാധിച്ച് പോകുന്നത് ഒരു ലേഡിയെ തന്നെയാണെന്ന് കാണിക്കുന്നത്. ഇതുകൂടാതെ ഇവിടെ തന്നെയുള്ള മറ്റൊരു കാര്യം, ഈ രാജാവ് ആരാധിക്കുന്നത് കാളിയാണ്. എന്നാൽ നീലി ആ ഒരു ഉഗ്രകോപിയായി വരുന്ന സമയത്ത് അവിടെയുള്ളവർ പറയുന്നുണ്ട് കാളിയാണ് വന്നിരിക്കുന്നതെന്ന്. അതായത് രാജാവ് ആരാധിക്കുന്നതും കാളിയാണ്, അവിടെയുള്ളവർ ആരാധിക്കുന്നതും കാളിയാണ്. സോ രാജാവ് ആരാധിച്ച ശക്തി തന്നെയാണ് രാജാവിന് എതിരെ നിൽക്കുന്ന രീതിയിൽ അവർ പറയുന്നത്. ഇത് തന്നെയാണ് ഈ യൂണിവേഴ്സിന്റെ മെയിൻ തീം എന്ന് പറയുന്നത്. അതായത് ഇഷ്ടാറിൽ നിന്നും ശക്തി കിട്ടിയിട്ടുള്ള ചന്ദ്ര എന്ന ക്യാരക്ടർ ഇഷ്ടാറിന് എതിരെ നിൽക്കുന്നതായിട്ടാണ് വരുന്നത്. ചന്ദ്ര തന്നെ കൊല്ലാൻ വരുന്നതായി സണ്ണി സ്വപ്നം കാണുന്ന സമയത്ത് അത് സ്വപ്നമാണ് എന്ന് എടുത്ത് കാണിക്കുന്നതിന് മുന്നേ തന്നെ അതിന്റെ സൂചനകൾ തരുന്നത് പോലെ ഐൻസ്റ്റീന്റെ ചിത്രം കൊടുത്തുകൊണ്ട് വേക്കപ്പ് എന്ന് കൊടുത്തിരിക്കുന്നതായും ഒരു കടയുടെ മുന്നിലായി കോക്ടെയിൽ ഡ്രീംസ് എന്ന് കൊടുത്തിരിക്കുന്നതായും കാണാം. കൂടാതെ ഇതേ സീനിൽ തന്നെ ചന്ദ്ര പറന്നു പൊങ്ങുന്നതായി കാണിക്കുമ്പോൾ തൊട്ടു താഴെ ഒരു കുതിരയുടെ ചിത്രവും അതിന്റെ താഴെ സെലീൻ എന്ന് എഴുതി വെച്ചിരിക്കുന്നതായി കാണാം. ഈ സെലീൻ എന്ന് പറയുന്നത് ഗ്രീക്ക് വിശ്വാസം അനുസരിച്ച് ഗോഡസ് ഓഫ് മൂൺ, ചന്ദ്രനുമായി ബന്ധപ്പെട്ട് വരുന്ന ദേവതയാണ്. അതുകൊണ്ടാണ് ഇവിടെ ചന്ദ്ര പറന്നു പൊങ്ങുമ്പോൾ ചന്ദ്രനുമായി ബന്ധപ്പെട്ട ദേവതയുടെ പേര് തന്നെ കൊടുത്തുപോയത്. ഇന്റർവെൽ സീനിൽ ചന്ദ്ര കൊല്ലുന്ന ആൾക്കാരുടെ സ്ഥലത്ത് പിന്നീട് ഇൻവെസ്റ്റിഗേഷൻ നടക്കുമ്പോൾ അവിടെ യുവർ ഗോഡ് ക്യാൻ സേവ് യു, യുവർ ഗോഡ് ഈസ് ഡെഡ് എന്നും മറ്റൊരു ഭാഗത്ത് യുവർ ഗോഡ് ഈസ് നോട്ട് ഹിയർ എന്നും കൊടുത്തിരിക്കുന്നതായി കാണാം. അതിന്റെ കൂടെ ഒരു രൂപം വരച്ചിട്ടിരിക്കുന്നതായും കാണാം. അത് കണ്ടിട്ട് എനിക്ക് തോന്നിയത് മൂത്തോനല്ല, പകരം ഒരു ലേഡിയുടെ രൂപമായിട്ടാണ്. സോ അത് ഇഷ്ടാറിനെ ആയിരിക്കാം സൂചിപ്പിച്ചത്. അതായത് ഈ വില്ലന്മാരുടെ എല്ലാം ടോപ്പിൽ വരുന്ന അവരുടെ ദൈവം എന്ന രീതിയിലുള്ള ഇഷ്ടാർ അവരെ രക്ഷിക്കാൻ അവിടെ ഇല്ല എന്നാണ് ആ സീനിൽ കാണിച്ചത്. ആ ഒരു കാളിയുടെ വിഗ്രഹം ഇരുന്ന മരത്തിന്റെ അകത്ത് പിന്നീട് വർഷങ്ങൾക്കിപ്പുറം കാണിക്കുന്ന സമയം അവിടെ ഒരു ആനയുടെ വിഗ്രഹം ഇരിക്കുന്നതായിട്ടാണ് കാണിച്ചത്. ഇത് പ്രസന്റിൽ ഇവരുടെ എല്ലാം രക്ഷകനായി നിൽക്കുന്നത് മൂത്തോനായതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഒരു ആനയുടെ വിഗ്രഹത്തെ ഇവർ ആരാധിക്കുന്നതായി കാണിച്ചതിലൂടെ അവിടെ മൂത്തോനെ ആരാധിക്കുന്നുവെന്ന് ഇൻഡയറക്റ്റായി കാണിക്കുന്ന രീതിയിൽ കൊടുത്തതാകാം. വേണു എന്ന ക്യാരക്ടർ സിനിമയുടെ ഇടയ്ക്ക് വെച്ച് പറയുന്നുണ്ട് സണ്ണിയുടെ ഹൃദയം തകർക്കാൻ ഞാൻ ആരെയും അനുവദിക്കില്ല എന്ന്. സിനിമയുടെ അവസാന ഭാഗത്ത് നമ്മൾ കാണുന്നതാകട്ടെ സണ്ണിയുടെ നെഞ്ചിൽ കൊള്ളേണ്ട കുത്ത് വേണു തടഞ്ഞ് അത് സ്വയം ഏറ്റുവാങ്ങുന്നതായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സീനിന്റെ ഒരു ഫോർഷാഡോയിങ് പോലെയാണ് തുടക്കത്തിലെ ആ ഒരു ഡയലോഗ് അവിടെ പറഞ്ഞു പോയത്. മൈക്കിളും ചന്ദ്രയും ഹോളി ഗ്രേസ് കഫേയിലേക്ക് വരുന്ന സമയത്ത് നീലിക്ക് കൊടുക്കാനായി ഒരു താക്കോൽ എടുത്തിരിക്കുന്നതായി കാണാം. അതിൽ നീലി എന്ന പേര് കൊടുത്തിരിക്കുന്നതായും കാണിക്കുന്നുണ്ട്. ആ സമയം അവിടെയുള്ള ബാക്കിയുള്ള താക്കോലുകളുടെ കൂട്ടത്തിൽ ആദ്യമായി കാണിക്കുന്നത് മാഡി എന്നൊരു പേരാണ്. സോ ഇതാരാണെന്ന് എടുത്തൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും വരും സിനിമകളിൽ ഈ മാഡി എന്ന ക്യാരക്ടറിന് ഒരു പ്രധാന റോൾ തന്നെ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. സിനിമയുടെ ഇടയ്ക്ക് വെച്ച് സണ്ണി കൈ തൊടാതെ ഷൂവിന്റെ ലേസ് കെട്ടാൻ പോകുമ്പോൾ ഒരു മാജിക്കുകാരൻ കാണിച്ചതാണ് എന്ന് പറയുന്നുണ്ട്. പിന്നീട് സിനിമയുടെ അവസാനത്തിൽ
മൈക്കിളിന്റെ മുന്നിൽ ഒരാൾ വന്നുകൊണ്ട് ഒരു വീഡിയോ കാണിക്കുന്ന സമയത്ത് ആ ഒരു മാജിക്ക് അന്ന് ചെയ്തിരുന്നത് മൈക്കിൾ തന്നെയായിരുന്നു എന്ന് കാണാം. ഒരു ഭാഗത്ത് ഹോളി ഗ്രെയിൽ കഫേയുടെ അകം കാണിക്കുമ്പോൾ അവിടെയുള്ള കുറെ ഫോട്ടോകളിലായി ഇറാൻ, ആംസ്റ്റർഡാം, റഷ്യ, മോസ്കോ തുടങ്ങിയ സ്ഥലങ്ങളിലെ ഹോളി ഗ്രെയിൽ കഫേയുടെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നതായി കാണാം. അതിലൂടെ ഇന്ത്യയിൽ മാത്രമല്ല മറ്റ് സ്ഥലത്തും ഇതുപോലെയുള്ള ഹോളി ഗ്രെയിൽ കഫേകൾ ഉണ്ടെന്നും അവിടെയും ഇവരെ പോലെയുള്ള മറ്റു പല ശക്തികൾ ഉണ്ടെന്നും അതിൽ ദുഷ്ടശക്തികളിൽ പലരെയും കൊന്നു സൂക്ഷിച്ചിട്ടുണ്ടെന്നും മനസ്സിലാക്കാം. അവസാനമായിട്ട് നാച്ചിയപ്പ എന്ന ക്യാരക്ടർ അമ്മയെ കടിച്ചുകൊണ്ട് അമ്മയ്ക്ക് ആ ഒരു വാമ്പയർ ശക്തി കൊടുക്കാനായി ശ്രമിക്കുന്നുണ്ട്. ആ സമയം അമ്മ മരണപ്പെട്ടു പോകുന്നതായിട്ടാണ് കാണിച്ചത്. ഒരുപക്ഷെ അമ്മയുടെ ബോഡി അത്രയും സ്ട്രോങ് അല്ലാത്തത് കൊണ്ട് ആ ഒരു വൈറസിന്റെ ഇൻഫെക്ഷൻ താങ്ങാൻ കഴിയാതെ മരണപ്പെട്ടു പോയതാകാം. എന്നാലും എനിക്ക് തോന്നിയത് ആ ഒരു സംഭവത്തിന് ശേഷം നാച്ചിയപ്പ എന്ന ക്യാരക്ടറിനെ കാണിക്കുമ്പോൾ അയാളുടെ വായിലും ഡ്രസ്സിലും തറയിലും വരെ രക്തം പടർന്നു കിടക്കുന്നതായിട്ടാണ് കാണിച്ചത്. ഒരുപക്ഷെ ഇയാളൊരു ഫ്രഷ് കൺവേർട്ട് ആയതുകൊണ്ട് അമ്മയെ കടിച്ച് അമ്മയ്ക്ക് ആ ശക്തി കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഫ്രഷ് കൺവേർട്ട് ആയതുമൂലം അയാൾക്ക് ആ ഒരു ബ്ലഡിനോടുള്ള ആസക്തി കൺട്രോൾ ചെയ്യാൻ കഴിയാതെ കൂടുതൽ രക്തം കുടിക്കുകയും അതിലൂടെ അമ്മ മരണപ്പെട്ടു പോയതാകാനും സാധ്യതയുണ്ട്. സോ ദാറ്റ്സ് ഇത്രയും കാര്യങ്ങളെല്ലാമാണ് ഈ സിനിമ കണ്ടതിന് ശേഷം എനിക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത്. വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ കമന്റ് സെക്ഷനിൽ ഉൾപ്പെടുത്തുക. നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. അതുവരെ ബൈ.